നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. കൃത്യമായിട്ട് എവിടെ നടന്നതാണെന്ന് അറിയില്ല. ഒരു കരാട്ടെ വിദഗ്ധൻ ആണെന്ന് തോന്നുന്നു, പരിശീലകനാണെന്ന് തോന്നുന്നു. അയാൾക്ക് ഏതോ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 26 സെക്കൻഡിനുള്ളിൽ 26 ആപ്പിളുകൾ കുട്ടികളുടെ തലയിൽ വെച്ചിട്ട് കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ്. ശക്തമായിട്ടാണ് കൊച്ചുങ്ങളുടെ തലയിൽ ഈ ആപ്പിൾ വെച്ചിട്ട് ഇയാൾ അടിക്കുന്നത്. എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുട്ടികളിൽ ഉണ്ടാക്കും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ കുട്ടികളിൽ ഉണ്ടാക്കും എന്ന് വല്ല ധാരണയും ഈ മണകൊണാഞ്ചനുണ്ടോ എന്നാ ചോദിക്കാനുള്ളത്. ഏത് കായിക രൂപമാണ് അല്ലെങ്കിൽ കലാരൂപമാണ്, മാർഷൽ ആർട്ടാണ് പഠിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അതിന് കുട്ടികളെ വിടുമ്പോൾ നമ്മുടെ ഒരു മേൽനോട്ടം അവിടെ ഉണ്ടായിരിക്കണം. പഠിപ്പിക്കാൻ അങ്ങ് വിട്ടിട്ട് സാറിന്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ടീച്ചറിന്റെ ഇഷ്ടം പോലെ, അവർക്കല്ലേ എല്ലാത്തിനെ കുറിച്ചും ധാരണയുള്ളത്, അവർ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊള്ളും എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കാളും ജീവനേക്കാളും വലുതല്ല മറ്റ് പ്രഹസനങ്ങളൊന്നും. നമ്മുടെ കുഞ്ഞുങ്ങളെ മുതലെടുക്കുകയാണ് ഇങ്ങനെയുള്ള അധ്യാപകർ. ശാരീരികമായിട്ട് ലൈംഗികമായിട്ടുള്ള മുതലെടുപ്പ് മാത്രമല്ല, ഇതൊക്കെ മുതലെടുപ്പുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നെ ഈ നൃത്തം അഭ്യസിക്കാനൊക്കെ വിടുമ്പോഴാണെങ്കിലും കുട്ടികളുടെ ശരീരത്ത് അനാവശ്യമായിട്ട് തൊടുന്നത്, കുട്ടികളെ അമിതമായിട്ട് ഉപദ്രവിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കണം. മാതാപിതാക്കൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. മാതാപിതാക്കളുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നറിയുമ്പോഴാണ് നമുക്ക് ഞെട്ടലുണ്ടാകുന്നത്. കൊച്ചു കുട്ടികളെ 10 വയസ്സൊക്കെയുള്ള കുട്ടികളെ പിടിച്ചു നിർത്തിയിട്ട് തലയിൽ ആപ്പിൾ വെച്ചിട്ട് അതിശക്തമായിട്ട് അടിച്ച് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണത്. എത്ര നിയമപരമായിട്ട് അതിന് ശിക്ഷ കിട്ടാനുള്ള വകുപ്പുള്ള സംഭവമല്ലേ ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും പേടിയുണ്ടോ? ഈ നാട്ടിൽ എന്തുമാകാമെന്നുള്ള ഒരു ലക്ഷണമാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടു. ഒരു ട്യൂഷൻ അധ്യാപകനാണെന്ന് തോന്നുന്നു. പെൺകുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷോൾഡറിൽ പിടിക്കുന്നു, വയറിൽ പിടിക്കുന്നു, ചുണ്ടിൽ പിടിക്കുന്നു, ഉമ്മ കൊടുക്കാൻ ശ്രമിക്കുന്നു. ആ കുട്ടി മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. കുട്ടി പോലും പ്രതികരിക്കുന്നില്ല. ഇത് തന്നെ ചൂഷണം ചെയ്യുകയാണ് എന്ന തിരിച്ചറിവ് പോലും പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. അതൊരു കൗമാരക്കാരിയാണ്. അവൾക്കത് മനസ്സിലാകുന്നില്ല, എതിർക്കുന്നില്ല. ചൂഷണം ചെയ്യുകയാണ്. ഇങ്ങനെ ട്യൂഷനൊക്കെ കൊണ്ട് വിട്ടാലും നമ്മൾ ഒന്നിച്ച് ഒരുപാട് കുട്ടികളെ ഒന്നിച്ചാണ് വിടുന്നതെങ്കിൽ പോലും ഓരോരുത്തരെയും ചെന്ന് മുതലെടുത്തിട്ടുള്ള ആളുകളുടെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അധ്യാപകരെല്ലാവരും നല്ലവരാണെന്നൊന്നും നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല. സ്ത്രീകളായിട്ടുള്ള അധ്യാപകർ ആൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെ അടുത്ത് വിട്ടാലും, ഞാൻ കഴിഞ്ഞ ദിവസം കുസുമത്തിൻ്റെ ഒരു എപ്പിസോഡിലൂടെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം യാതൊരു വിധത്തിലും മുതലെടുക്കാൻ, ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. അത് ലൈംഗികമായിട്ട് ാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഈ കുട്ടികളുടെ തലയിൽ ഈ ആപ്പിൾ വെച്ചിട്ട് ശക്തിയായിട്ട് അടിക്കുന്നത് കണ്ടില്ല. അവൻ എന്തോ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായി പറഞ്ഞതുപോലെ അതിന് വേറെ കരുത്തുള്ള നല്ല തടിമാടന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ച് നിർത്തിയിട്ട് വല്ലതും ചെയ്യണം. അല്ലെങ്കിൽ വേറെ വല്ല പണിയും നോക്കണം. ഇവനൊക്കെ വലിയ ആളാകാൻ വേണ്ടിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അതിന് ഉപയോഗിക്കരുത്. കാരണം ഞാനിതൊരു ഡോക്ടറുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ആ ഡോക്ടർ കുറേ അധികം വിവരങ്ങൾ എന്നോട് പങ്കുവച്ചു. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയോട്ടിയും കഴുത്തും ഒന്നും പൂർണ്ണമായിട്ടും വളർച്ച എത്തിയിട്ടില്ല. അത് വളരെ മൃദുവാണ്. അപ്പോൾ അതിലേക്ക് ശക്തമായിട്ടുള്ള ഒരു ആഘാതം ഉണ്ടായാൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായേക്കാം. ഈ അടി ഏൽക്കുമ്പോൾ ആ ആപ്പിൾ ഉടയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം തലച്ചോറിലേക്കും എത്തുന്നുണ്ട്. തലച്ചോറിൽ രക്തസ്രാവമോ വീക്കമോ ഒക്കെ ഉണ്ടാകാൻ അത് കാരണമാകും. ഒരുപക്ഷെ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അപ്പോഴറിഞ്ഞില്ലെങ്കിലും ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നെ പെട്ടെന്നൊരു ഞെട്ടൽ ഉണ്ടാകുമ്പോൾ അത് ശരീരത്തെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. ഈ കാണുന്ന വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ഒരു ആൺകുട്ടിയുടെ തലയിലേക്ക് അടിക്കുമ്പോൾ അത് വേദന കൊണ്ട് അതിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്നൊരു ഞെട്ടലും കുട്ടികളിൽ ഉണ്ടാകും. പിന്നെ ഈ തലയോട്ടി വളരെ മൃദുവാണെന്ന് പറഞ്ഞില്ലേ, തലയോട്ടിക്ക് പൊട്ടലുകൾ ഉണ്ടാകാം ഇങ്ങനെ ശക്തമായിട്ട് അടിക്കുമ്പോൾ. ഇങ്ങനെ തലയിൽ ശക്തമായിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി തെറിക്കുമ്പോൾ അത് കഴുത്തിലെ എല്ലുകൾക്കോ നട്ടെല്ലിനോ ഒക്കെ ക്ഷതങ്ങൾ ഏൽപ്പിച്ചേക്കാം. ഭാവിയിൽ ഒരു തളർവാദത്തിന് പോലും അത് കാരണമാകാം. പിന്നെ അടിയുടെ ലക്ഷ്യമെങ്ങാനും തെറ്റിയാൽ കണ്ണിലോ മുഖത്തോ ഒക്കെ ആയിരിക്കും ആ അടി ഏൽക്കുന്നത്. മുഖത്തെ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, കണ്ണിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയുണ്ട്, കാഴ്ചശക്തി നഷ്ടപ്പെടാൻ പോലുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രഹരം അപ്രതീക്ഷിതമായിട്ട് ഞെട്ടിച്ചുകൊണ്ട് തലയ്ക്ക് മുകളിൽ ഒരു പ്രഹരം ഏൽക്കുമ്പോൾ അത് മാനസികമായിട്ട് വല്ലാത്തൊരു പേടി കുട്ടികളിൽ ഉണ്ടാകാൻ കാരണമാകും, ഒരു ട്രോമയ്ക്ക് കാരണമാകും. അതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്? ഭാവിയിൽ പേടി സ്വപ്നങ്ങൾ കാണുക, എന്തിനെങ്കിലും കാണുമ്പോൾ പേടി, ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ ഞെട്ടൽ, ഭയം, ഇതിനൊക്കെ കാരണമാകും. അമിതമായ ഉത്കണ്ഠ, എന്തിനെക്കുറിച്ചും ഓർത്തുള്ള ടെൻഷൻ, ഇതിനൊക്കെ കാരണമാകും. പിന്നെ സംരക്ഷിക്കേണ്ട ആളുകളിൽ നിന്ന് ഇത്തരം ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിലൊരു സുരക്ഷിതത്വ ബോധമില്ലാതെ വരും. ഞാൻ സംരക്ഷിക്കപ്പെടേണ്ട ആളുകളിൽ നിന്ന് പോലും എനിക്ക് ഇങ്ങനെയുള്ള പ്രഹരങ്ങളാണ് ഏൽക്കുന്നത്, അല്ലെങ്കിൽ ഞെട്ടലാണ് ഉണ്ടാകുന്നത്, പേടിയാണ് ഉണ്ടാക്കുന്നത്, വേദനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ
ആരുടെ അടുത്തും ഞാൻ സുരക്ഷിതയല്ല എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളോട് പോലും, അടുത്ത ബന്ധുക്കളോട് പോലും, സുഹൃത്തുക്കളോട് പോലും ഒരു അകൽച്ച ഇവർ കാണിച്ചെന്ന് വരാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ കുട്ടികളോട് ചെയ്യുന്നത് ശിശു സംരക്ഷണ നിയമങ്ങളുടെ ലംഘനമാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാർക്കെതിരെ കുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വകുപ്പിൽ കേസെടുക്കാൻ വരെ ഇവിടെ നിയമമുണ്ട്. ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ശരിയായ മാർഷൽ ആർട്സ് തത്വങ്ങൾ പഠിപ്പിക്കുന്നത് സ്വയരക്ഷയും അച്ചടക്കവും മാത്രമാണ്. അല്ലാതെ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കാനൊന്നും മാർഷൽ ആർട്സിന്റെ തത്വങ്ങൾ പറയുന്നില്ല. കുട്ടികളുടെ ജീവൻ വെച്ച് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ നടത്തുന്നതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത്തരം ഏതെങ്കിലും ഒരു കരാട്ടെ വിദഗ്ധന്റെ അല്ലെങ്കിൽ പരിശീലകന്റെ ഏതെങ്കിലും ഒരു പ്രകടനത്തിന് വേണ്ടിയോ, അവന്റെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയോധന കലയുടെ പ്രചാരണത്തിന് വേണ്ടിയൊക്കെ കുട്ടികളെ ഇരകളാക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ആരും അംഗീകരിച്ചു കൊടുക്കരുത്. നമ്മുടെ ഒന്നും കുട്ടികളെ അങ്ങനെ വിടരുത്. സാറല്ലേ, ടീച്ചറല്ലേ, കുഴപ്പമില്ലല്ലോ, അവർക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, വേണ്ട വിധത്തിലേ അവരത് ചെയ്യുകയുള്ളല്ലോ എന്നൊന്നും വിചാരിച്ച് വിടരുത്. ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് പിന്നിൽ കിടപ്പുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇപ്പോഴത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠനം മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി വിടും. കുട്ടികൾക്ക് ഒരു അവധിക്കാലം പോലും ഇപ്പോൾ വന്ന് ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു സംഗീതോപകരണം പഠിക്കാനോ അല്ലെങ്കിൽ നൃത്തമോ സംഗീതമോ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വിടുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ടോ എന്തെങ്കിലും പഠിക്കാൻ വിടുന്ന സമയത്ത് കുട്ടികളുടെ സുരക്ഷ നിങ്ങളൊന്ന് ഉറപ്പാക്കണം. അല്ലാതെ എൻ്റെ കുട്ടി വലിയ ആളാണ്, എൻ്റെ കുട്ടിക്ക് പല കഴിവുകളുണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വ്യഗ്രത കാണിക്കുന്നതിനിടയിൽ കുട്ടിയുടെ ജീവൻ ഇല്ലാതെ പോകരുത്, അവരുടെ ആയുസ് ഇല്ലാതെ പോകരുത്, ആരോഗ്യമില്ലാതെ പോകരുത്. ശ്രദ്ധിക്കുക.